ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ വെള്ളരക്കാട് തിപ്പിലശ്ശേരി റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായിട്ട് വർഷങ്ങളായി. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ ഉടൻ നടപടി കൈക്കൊള്ളണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. യാത്രക്കാരുടെ നടുവൊടിക്കുന്ന റോഡെന്ന് കേട്ടിട്ടില്ലേ? അതാണ് വെള്ളരക്കാട് തിപ്പിലശ്ശേരി റോഡിന്റെ അവസ്ഥ. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയെയും എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് വെള്ളരക്കാട് തിപ്പിലശ്ശേരി റോഡ്. വെള്ളരക്കാട് സെന്റർ മുതൽ മുക്കിലിപ്പീടിക വരെയുള്ള 3 കിലോമീറ്റർ ദൂരമാണ് റോഡ് തകർന്ന് യാത്രായോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത്. റോഡ് അറ്റകുറ്റപ്പണി നടത്താതെയും പുനർനിർമ്മാണം നടത്താതെയും കുണ്ടും കുഴിയും നിറഞ്ഞ് യാത്രാ ദുരിതം സമ്മാനിക്കുകയാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന ചിറമനങ്ങാട് റോഡിന്റെയും അവസ്ഥ പരിതാപകരമാണ്. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് രൂപപ്പെട്ട കുഴികളിൽ ചാടി ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞു വീഴുന്നതും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. വണ്ടികൾക്ക് കംപ്ലൈന്റ്, വണ്ടികൾക്ക് എന്നും പ്രശ്നങ്ങൾ, എന്ത് ബുഷ് പോയി അല്ലെങ്കിൽ പിന്നെ കംപ്ലൈന്റ് വരിക, അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളാണ്. റോഡ് പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കുറേ സമരങ്ങളൊക്കെ നടത്തി. എന്നിരുന്നാലും പിന്നെ അതേ അവസ്ഥയായിട്ട് മുന്നോട്ട് പോണത്. പൈപ്പ് ലൈനിന്റെ റോഡിന്റെ സൈഡ് പൈപ്പ് ലൈൻ വരുന്ന വേറെ പ്രശ്നം. പൈപ്പ് ലൈന് പണിയാനായിട്ട് ഇവിടെ ഇട്ടിട്ട് മണ്ണ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് മഴ പെയ്യുമ്പോൾ ചെളിയായിട്ടും അത് ഓടിക്കാൻ ബുദ്ധിമുട്ട്. സ്വകാര്യമായിട്ടുള്ള വണ്ടിക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇന്ന് വർഷാപ്പിൽ കയറി ഇറങ്ങാനുള്ള സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം തന്നെ ഈ റോഡിന്റെ പണി ചെയ്ത് ഗതാഗതം സുഗമമാക്കി തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കുടിവെള്ള പദ്ധതികളുടെ പൈപ്പുകൾ സ്ഥാപിക്കുവാൻ റോഡിന്റെ ഇരുവശങ്ങളിൽ കാന കീറിയിട്ടുണ്ട്. ഇതിന്റെ മണ്ണും റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത് വാഹനങ്ങൾക്കും കാൽനട യാത്രികർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മഴക്കാലമായാൽ നാട്ടുകാരുടെ യാത്രാ ദുരിതം ഇരട്ടിയാകും. അതേസമയം റോഡ് പുനർനിർമ്മാണത്തിന് ഫണ്ട് അനുവദിക്കാമെന്ന് AC മൊയ്തീൻ MLA ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഇത്രയും ശോചനീയാവസ്ഥയിലുള്ള മറ്റൊരു റോഡില്ല. മഴ പെയ്താൽ റോഡിലെ കുഴികൾ ചെളിക്കുളങ്ങളായി മാറും. അതോടെ കാൽനടയാത്രയ്ക്ക് പോലും സാധ്യമാകാത്ത അവസ്ഥയാകും. എത്രയും പെട്ടെന്ന് റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. You are watching VCV News.